നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ്. സാധാരണക്കാരെ കൈവിടില്ല എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഉറപ്പ് ഈ സമയത്ത് വരികയാണ്. കാരണം മറ്റൊന്നുമല്ല, ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് സംസ്ഥാനത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത്. സാധാരണക്കാരുടെ കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന വിവിധ സ്കീമുകൾക്ക് മുൻഗണന നൽകുമെന്നും നിലവിൽ കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ 3 മാസത്തെ കുടിശ്ശികയുണ്ട്, 4800 രൂപ. ഇത് വിതരണം ചെയ്യുന്നതിനുൾപ്പെടെയുള്ള ക്രമീകരണം വളരെ വേഗം സർക്കാർ സ്വീകരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഈ സമയത്ത് നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ വളരെ വൈകാതെ കൈക്കൊള്ളുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി സർക്കാർ നൽകുന്നു. 2500 രൂപ വരെയൊക്കെ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ അത് സർക്കാരിന് സാധിച്ചില്ല. എങ്കിലും 1600 ഇപ്പോൾ ലഭിക്കുന്നവർക്ക് അതിൽ ഒരു വർധനവ് ഏർപ്പെടുത്തുന്ന കാര്യം പ്രധാനമായിട്ട് തന്നെ സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുള്ളത്. 1700 അല്ലെങ്കിൽ 1800 ഉള്ള വർധനവൊക്കെ ആയിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുന്നത്. എന്നാൽ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഇതുവരെ നൽകിയിട്ടില്ല. എങ്കിലും മുടങ്ങിയിട്ടുള്ള നമ്മളുടെ ആനുകൂല്യങ്ങൾ 4800 രൂപ എന്ന് പറയുമ്പോൾ വലിയൊരു തുക തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യങ്ങൾക്കായിരിക്കും മുൻഗണന നൽകുക. അതോടൊപ്പം തന്നെ പെൻഷൻ ഇനി എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണവും അത് സർക്കാർ സ്വീകരിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് സംസ്ഥാനം കാത്തിരിക്കുന്ന സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, AVA റേഷൻ കാർഡുകൾക്ക് 1 കിലോ സ്പെഷ്യൽ പഞ്ചസാര 27 രൂപ നിരക്കിൽ അനുവദിച്ചിട്ടുണ്ട് ഈ മാസം മുതൽ. ഇനി അത് മാത്രമല്ല, BPL കാർഡുകൾക്കും AVA കാർഡുകൾക്കും സൗജന്യ നിരക്കിൽ തന്നെയാണ് ആനുകൂല്യ വിതരണമുള്ളത്. ആട്ടയാണെങ്കിൽ AVA റേഷൻ കാർഡുകൾക്ക് 7 രൂപ നൽകിയാൽ മതി. BPL കാർഡാണെങ്കിൽ 9 രൂപയ്ക്ക് അവർക്ക് ആട്ട ലഭിക്കുന്നതായിരിക്കും. APL റേഷൻ കാർഡുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് APL വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, 10 രൂപ 90 പൈസ നിരക്കിൽ. ഇതോടൊപ്പം തന്നെ നീല റേഷൻ കാർഡുകളാണെങ്കിൽ 3 കിലോ സ്പെഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ആളൊന്നിന് ലഭിക്കുന്ന 2 കിലോ ഭക്ഷ്യധാന്യത്തിന് പുറമെയാണ് സ്പെഷ്യലായിട്ട് 3 കിലോ ഉള്ളത്. അതിന് 10 രൂപ 90 പൈസ നിരക്കണം. സബ്സിഡി അരിക്ക് 4 രൂപ നൽകിയാൽ മതിയാകും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ പെൺമക്കൾക്ക് വേണ്ടി വിവിധ ധനസഹായ പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലാണ് പെൺകുട്ടിയെങ്കിൽ, അതും കോളേജ് തലങ്ങളിൽ പഠിക്കുന്നവരാണ് എങ്കിൽ, അത് പ്രൊഫഷണൽ ആയിക്കോട്ടെ നോൺ പ്രൊഫഷണൽ കോഴ്സുകളായിക്കോട്ടെ, ബിരുദാനന്തര തലങ്ങളിൽ പഠിക്കുന്നവർക്കാണ് 5000 രൂപ മുതൽ 7000 രൂപ വരെയുള്ള പ്രത്യേക ധനസഹായം സ്കോളർഷിപ്പ് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് ഇനത്തിൽ 13000 രൂപ വരെ വാങ്ങുന്നതിനും അവസരമുണ്ടായിരിക്കും. അപേക്ഷകൾ ഈ ഫെബ്രുവരി മാസം 10-ാം തീയതി വരെ മാത്രമാണുള്ളത്. പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. മറ്റ് സ്കോളർഷിപ്പ് ലഭിക്കുന്നവർ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിലേക്ക് അപേക്ഷ വെക്കാം. ഇനി 1-ാം വർഷം കഴിഞ്ഞു 2-ാം വർഷമാണെങ്കിലും നമുക്ക് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസരം കൂടിയുണ്ട്. ഈ സ്കോളർഷിപ്പ് ഈ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ക്രിസ്ത്യൻ, മുസ്ലിംസ്, അതോടൊപ്പം ജൈന, സിഖ്, പാർസി മതങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥിനികൾക്കായിരിക്കും അപേക്ഷ വെക്കാൻ അർഹതയുള്ളത്. ആനുകൂല്യം നഷ്ടമാക്കാതിരിക്കുക, എത്രയും വേഗം ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കുക. ഇനി മറ്റൊരു പദ്ധതി ഉള്ളത് ധനസഹായ പദ്ധതിയാണ്. വിവാഹ ധനസഹായമാണ് മംഗല്യ സമൃദ്ധി എന്ന് പറയുന്ന പദ്ധതി. AVയും BPLും റേഷൻ കാർഡിലാണ് പെൺകുട്ടിയുള്ളത് എങ്കിൽ, പെൺമക്കൾ വിവാഹം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം 2024 വിവാഹം ചെയ്തിട്ടുള്ളവരാണെങ്കിലാണ് ഈ സ്കീമിൽ 70000 രൂപ ധനസഹായം ലഭിക്കുന്നതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. കുറഞ്ഞ വരുമാന പരിധിയിലുള്ളവർക്ക് മുൻഗണന നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ പ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും മറ്റ് കുടുംബ പശ്ചാത്തലവും ഇതിൽ അന്വേഷണ വിധേയമാക്കും. കൂടുതൽ മാർക്കുള്ളവർക്ക് മുൻഗണന നൽകി ധനസഹായം കൈമാറുകയും ചെയ്യുന്നതാണ്. അപേക്ഷകൾ ഓഫ്ലൈനായിട്ട് തപാലിൽ അയച്ചു കൊടുക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ അപേക്ഷാ ഫോമും മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങളും നമ്മുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കുക. ബന്ധപ്പെട്ട രേഖകൾ അറ്റാച്ച് ചെയ്ത് ബന്ധപ്പെട്ട അപേക്ഷാ ഫോം പൂരിപ്പിച്ച് തപാലിൽ അയച്ചു കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അഡ്രസ്സ് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളെല്ലാം അപേക്ഷാ ഫോമിൽ കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്ക് വേണ്ടി, ഇപ്പോൾ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്ക് വേണ്ടി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പിലേക്ക് ഫെബ്രുവരി മാസം 10-ാം തീയതി വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.